ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നിർത്താൻ പറയാൻ ഓക്കെ. ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളൊരു യാത്ര പോവുകയാണ്. എവിടെയാണ് പോകുന്നത്? നെൽസൺ. യെസ്, നമ്മൾ അത് ഒരിക്കൽ നമ്മൾ പോയതാണ്. അത് ഒരു ഏകദേശം 1.5 വർഷത്തിന് മുന്നേ പോയതാണ്. അന്ന് നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന പോലെ അങ്ങനെ വിശാലമായ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പോകുന്ന വഴിക്കുള്ള കാഴ്ചകള്. പക്ഷെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കുറച്ച് ഒരു മനോഹരമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ന്യൂസിലാൻഡ് ഒരു പ്രകൃതി രമണീയമായുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമ്മൾ എടുത്ത് പോവാണ് കേട്ടോ. നമ്മൾ ഒരുപാട് നാളായിട്ട് ഈ വ്ളോഗ് ചെയ്യാത്ത കാരണേ തപ്പല് വരാ. ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് വാക്കുകൾ ഇങ്ങോട്ട് വരുന്നില്ല. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഹങ്കാരമായിരിക്കും. ഇപ്പൊ ഓവന് ഭയങ്കര ചാടയാണ് അങ്ങനെ പറയുന്ന നമ്മുടെ ആൾക്കാർ ഭയങ്കര മിടുക്കരാണല്ലോ. അതുകൊണ്ട് അങ്ങനെയൊന്നല്ല, പക്ഷെ വാക്കുകൾ ഇങ്ങനെ പെട്ടെന്ന് ഇപ്പൊ മുറിഞ്ഞു പോകുന്നു, കിട്ടുന്നില്ല. അതന്നെ. അപ്പൊ എന്താ, നമ്മുടെ എല്ലാ വീഡിയോന്റെ ഉദ്ദേശം പോലെ നമുക്ക് എന്തൊക്കെ കാണിക്കാൻ പറ്റുന്നു അതൊക്കെ കാണിക്കുക. പോകുന്നുള്ള വഴിക്കുള്ള കാഴ്ചകൾ ഞങ്ങൾ കഴിഞ്ഞ തവണ പോകുമ്പോൾ മനോഹരമായി തോന്നിയായിരുന്നു. അത് തന്നെ നിങ്ങളെ ഇന്നും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോ അപ്പോഴത്തേക്കാളും ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് എനിക്കറിയില്ല. നമുക്ക് പോകുന്ന വഴിക്ക് കണ്ടങ്ങ് പോവാം അല്ലേ? ഇവിടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം ഇവര് പ്രകൃതിയെ ഒട്ടും ചൂഷണം ചെയ്യാതെ കാര്യങ്ങൾ നടത്തുന്ന ആൾക്കാരാണ്. ഇവർക്ക് പ്രകൃതിയാണ് ഫസ്റ്റ്. ഇവിടെ പിള്ളേരെ പോലും അല്ലെ, നിങ്ങളെ പഠിപ്പിക്കുന്നില്ലേ സ്കൂളില്? നമ്മള് പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നില്ലേ? നമ്മളെല്ലാം പഠിച്ചു പാസ്സായി. തക്കുന അറിയത്തില്ല. ശരി, എന്നാ അപ്പൊ കൂടുതൽ പറഞ്ഞിട്ടില്ല, വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ലിയോസ് ഫാമിലി ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. State Highway 7 for 24 kilometers.
ഇവിടെ നമ്മൾ കൂടാതെ ഒരുപാട് പേര് ക്യാമ്പിങ്ങിനൊക്കെ വന്നിട്ടുണ്ടേ. അവരുടെ വണ്ടി കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത് കേട്ടോ. വണ്ടിയും വീടും. പിന്നെ അങ്ങ് ഉള്ളിലേക്ക് കുറച്ച് വണ്ടികൾ കയറി നീണ്ടു കിടക്കുന്നുണ്ട്, മാറി കിടക്കുന്നുണ്ട്. പിന്നെ അവരുടെ പ്രൈവസിയിൽ നമ്മൾ തലവെക്കണ്ട എന്ന് കരുതിയിട്ട് വേണ്ട. പിന്നെയും ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഇവരെന്താ കാണിക്കണേ തോന്നും. ആ പക്ഷെ ഇവിടെ ഇതും ഒരു രസമാണ്. ഇവിടെയൊക്കെ ചെറിയ ആഴുണ്ട് കേട്ടോ. ഇതെങ്ങനെ പോണ? ഒഴുക്കണ്ട? അങ്ങനെയല്ല, അരുൺ അത്രയും പൊക്കമുള്ളു. ഇതിപ്പോ നിലവിടണമെങ്കിൽ എന്തോരം പോണം ആണോ? നെൽസൺ ക്രീക്കിൽ ഇത്രയൊക്കെ മതി എന്നല്ലേ? നമ്മുടെ ബോഡിയെ തണുപ്പായതുകൊണ്ട് നമുക്ക് നീന്താൻ പറ്റില്ല. എല്ലാവർക്കും ഒരേപോലെ അമ്മണി ഇറങ്ങരുതിട്ടോ. അപ്പൊ മോളിന്ന് ചാടാൻ വേണ്ടി പോന്ന ഒരാള്. അവിടെ ഒഴിച്ചോ മണി, കുഴപ്പമില്ല. അമ്മണി ആര്യ അമ്മണിയുടെ ഇങ്ങോട്ടൊന്ന് വന്നേ, ഇവിടെ എന്തോരുണ്ടെന്ന് പറഞ്ഞേ. പിന്നെ ചിഞ്ചു ഇതിന്റെ ഷഡ്ഡി ഒന്നൂര് കൊടുക്കാമോ? അജയ്ക്ക് സന്തോഷം കൊണ്ട് വയ്യ. അപ്പോട് പറ കൊണ്ടുപോവാൻ. ഭയങ്കര തണുപ്പാണ്, ഞാനെങ്ങും ഇല്ല ഇറങ്ങാൻ. തണുപ്പാണോ? അതിന് അമ്മണി പോവല്ലേ, അമ്മണി പോവല്ലേ.
അപ്പടുത്ത് പോകാൻ തക്കു തിരിച്ചു വരട്ടെ. എന്നിട്ട് ഒരേ സമയം ഒരാളെ പോവുള്ളൂ. അപ്പ വിളിച്ചിട്ടുണ്ടാ, നീ നീന്തിക്കോ. വായ അടച്ചു പിടിക്ക്. പോലെ ചക്കു, അമ്മണി ചാടല്ല. പോലെന്നാ അമ്മണി വാ. അമ്മണി ഇവിടെ വന്ന് കൊണ്ടുപോകും. അമ്മണി പെട്ടെന്ന് മുങ്ങിപ്പോവും. തക്കോ മുങ്ങിപ്പോയിരുന്നു. ഇങ്ങോട്ട് വാ. തണുപ്പല്ലേ, ഞാനില്ല, ചുമയ്ക്കും. കണ്ടോ, കുളിയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇനി നമ്മുടെ സഹധർമ്മിണി നമ്മളെ മോളെ മാറ്റിക്കുന്നു. ഓ, നല്ല തണുപ്പുണ്ട് കേട്ടോ. ആഹാ, വീട്ടിലൊന്നും വെള്ളമില്ലാണ്ട് കുളി കഴിഞ്ഞ് മടങ്ങുവാണ്. അയ്യോ, കയറി വാ. ഇല്ല, കൈ പിടിക്കും നീ, കൈ പിടിക്കുന്ന. പോട്ടെ. തണുപ്പുണ്ട്. ചൂട് കട്ടൻ കാപ്പി അമ്മക്കറിയാലോ ഇവിടെ വെള്ളത്തിന് തണുപ്പാന്ന്. എന്തായാലും നീ കട്ടൻ കാപ്പി ഇട്ട് വന്നത് നന്നായി. ഒരുപാട് കാലത്തിന് ശേഷം നീന്തുമ്പോഴേ പെട്ടെന്ന് കിതയ്ക്കുക. അത്ര കാലമായി, ഒരു 10-25 കൊല്ലം അല്ലേ. കാഴ്ചക്ക് ആഴില്ലാന്ന് തോന്നുവാണെങ്കിലും നല്ല ആഴം ഒഴുക്കുണ്ട് കേട്ടോ. ചില ഭാഗത്തൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണു പോകും. വീണു പോകുന്നതുകൊണ്ടല്ല, മുങ്ങിപ്പോവും, ഒഴുക്കുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ പല സ്ഥലത്തായിട്ട് ആൾക്കാർ മുങ്ങി മരിക്കുന്നതായിട്ട് കേൾക്കുന്നു. കിതപ്പുള്ള കാരണം പറയാനും പറ്റുന്നില്ല. എൻ്റെ അമ്മോ, കുളിക്കാൻ വന്ന ഡ്രസ്സ് നനഞ്ഞ കാരണം ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഡ്രസ്സില്ല. ഇപ്പോൾ വെയിലത്തിട്ട് ഉണക്കാൻ വെച്ചേക്കുവാ. രണ്ടൊരു അവസ്ഥയും. എനിക്കിത് ഉണങ്ങിയിട്ട് വേണം പോവാൻ. കുളി കഴിഞ്ഞാൽ ഒരു ചായ കൂടി മസ്റ്റ് അല്ലേ? അതെ, എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കിലാണ്. പുലി വലിയ ഗ്ലാസ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. എല്ലാവരും ചായയും സ്നാക്സും കഴിക്കുമ്പോൾ എനിക്കിഷ്ടം പഴം കഴിക്കാനാണ്. പഴം എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ചിറ്റുനെ തിരിച്ചു കൊണ്ടുപോകണമെന്നുള്ളത് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളവിടെ നിൽക്ക്. ഇതുണ്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിക്കുകയാണ് എല്ലാരും. ഹായ് ഗൈസ്, വെൽക്കം ടു ലിയോസ് ഫാമിലി. എല്ലാവരും ഇവിടെ കയറി വന്ന് എന്നെ ഇവിടെ ആകെ കൂടെ അത്ര സ്പേസേ ഉള്ളൂ. എവിടേക്കും പോ. ആ വെള്ളത്തിനോട് കിട്ടേ
ഇതിനോട് ഞാൻ അതിന്റെ കമന്റ് കൊടുക്കും ഇത്ര പ്രാവശ്യം വേണം. ഭയങ്കര ഇരുട്ടാണല്ലോ. ഇരുട്ടായത് കൊണ്ടാണ് ഭയങ്കര ഡാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന്. ഇതാണ് നമ്മൾ പറഞ്ഞ പാലം. വല്ലാണ്ട് ചാടി ചാടി നടക്കണ്ട, പൊട്ടില്ല എന്നൊക്കെ തീർച്ചയായും. കൊച്ചിനെ എടുത്തു വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ടിൻഡുവിന് നല്ല പേടിയുണ്ട്. ഈ രണ്ട് കടത്തമ്മിലാണ് ഈ പാലം നിൽക്കുന്നത്. ആ താഴെ ചെറിയ സപ്പോർട്ട് ഉണ്ടോ മനസ്സിലാവുന്നുണ്ട് അക്ഷരം? ഞങ്ങൾ അവിടെ ഇരിക്കാം. അരുണും അവനും കൂടി ഇപ്പൊ നെൽസന്ദ്രിക്ക് വാങ്ങോ? കച്ചവടക്കുള്ള വല്ല പരിപാടി ഉണ്ടോ? ഓ 5 ആള് പാടുള്ളൂ, അതുകൊണ്ടാണ്. ആ ശരിയാ. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇതിലും ഇറങ്ങി വരാം, അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്, അതിലും ഇറങ്ങി വരാം. ഈ പാലത്തിൻ്റെ മേലേന്ന് വരുമ്പോൾ ചിലപ്പോൾ അവൻ വരുമ്പോൾ കാണാവേ. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇത് താൽക്കാലികമായിട്ട് ആരോ തുളച്ചുണ്ടാക്കിയതാന്ന് തോന്നുന്നു. ഇതാ വരുന്നു. അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കല്ലേ? അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. എല്ലാം അവസാനിപ്പിച്ചു, തീർത്തു പോവാ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ചേക്കാണ്. ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ. അടിപൊളി. ബൈ 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 വെക്കണ്ട്. ബൈ 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 വെക്കണ്ട്.